ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ചെറിയ അതായത് ഒരു 3 മാർക്സിനൊക്കെ വരുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മുന്നേ പഠിച്ച പോലുള്ള അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് ഇല്ല. എന്നാലും ഒന്നോ രണ്ടോ പോയിന്റുകളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് ചെറിയ പോയിന്റ്സുകളൊന്നും മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനം വാങ്ങും, നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ട്രാൻസാക്ഷൻ വരുമ്പോൾ അവരുടെ കറൻസി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ കറൻസീസ് ആർ ട്രേഡഡ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അറ്റ് ആൻ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കറൻസികളെ ട്രേഡ് ചെയ്യുന്നത് അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് ദ അതർ. അതായത് നമ്മുടെ രാജ്യത്തെ രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര ഡോളറാണ് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. ഏത് രാജ്യത്തേക്കാണോ നമ്മൾ പണം അയക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ എങ്കിൽ അവിടുത്തെ കറൻസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം. ഇപ്പോൾ ഒരു ഡോളറിന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഇന്ത്യൻ റുപ്പി എന്ന് അറിയണം. അപ്പോഴല്ലേ നമുക്ക് എത്ര ഡോളർ കൊടുക്കണം എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവ തമ്മിൽ രണ്ട് രാജ്യങ്ങളുടെ കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആ റേറ്റിനെ തന്നെ, ഏത് റേറ്റിലാണോ എക്സ്ചേഞ്ച് നടക്കുന്നത് അതിനെ തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് വൺ നാഷണൽ കറൻസി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ നാഷണൽ കറൻസി. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ കറൻസീനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എവിടേക്കാണോ പണം അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആ രാജ്യത്തെ നാഷണൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗിവൺ കറൻസി ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് 1 യൂണിറ്റ് ഓഫ് അനദർ കറൻസി. അതായത് വേറൊരു കറൻസി നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് തുല്യമായിട്ട് എത്ര രൂപയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാനാണ് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇനിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കൊട്ടേഷൻ പറഞ്ഞാൽ പ്രൈസ് കോട്ട് ചെയ്യാം. പ്രൈസ് ഓഫ് എ കറൻസി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് അനദർ കറൻസി. നമ്മുടെ കറൻസിയുടെ പ്രൈസിനെ മറ്റൊരു കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആ അതിനെയാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. കൊട്ടേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്. ഇവിടെ ഞാൻ ആ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഏതെങ്കിലും ഇന്ത്യയിലത്തെ ഒരു കമ്പനി അമേരിക്കയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിയാൽ നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമല്ലോ. അപ്പം ഇന്ത്യയിലത്തെ കമ്പനിക്ക് അറിയണം എത്ര ഡോളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഹൗ മെനി ഡോളേഴ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ എ റുപ്പി. ഒരു രൂപ നമുക്ക് എടുക്കുമ്പോൾ അതിന് എത്ര ഡോളർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക എന്നുള്ളത് അറിയണം. എന്നാൽ മാത്രമാണ് ഹൗ മെനി റുപ്പീസ് ഇറ്റ് വിൽ നീഡ് ടു പേ ദ അമേരിക്കൻ ഫേം പ്രൈസ് ഇൻ ഡോളേഴ്സ്. അപ്പോൾ ഡോളറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ വാല്യൂ അറിയണം. ഇതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സ്ചേഞ്ച് റേറ്റ് എന്തായാലും പഠിക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹോം കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും മറ്റുള്ള രാജ്യത്തെ കറൻസി കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് കോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഹോം കറൻസിക്ക് മാത്രമാണ് വേരിയേഷൻസ് ഉണ്ടായിരിക്കുക. ഏത് രാജ്യത്തെ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആണോ നമ്മുടെ കറൻസി യൂസ് ചെയ്യുന്നത് ആ കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യും, മറ്റേ കറൻസി ഫിക്സഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് കോട്ടിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ 1 ഇന്ത്യൻ റുപ്പി. ഒരു ഇന്ത്യൻ റുപ്പിക്ക് എത്ര രൂപയുടെ കറൻസി നമുക്ക് ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളതിനാണ് ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതൊന്നും അറിഞ്ഞു വയ്ക്കുക, എന്താണ് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ. ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കറൻസീസ് എക്സ്പ്രസ് ചെയ്യുന്നത് മൂന്നാമത്തെ വേറൊരു രാജ്യത്തിൻ്റെ കറൻസി ആയിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പറഞ്ഞാൽ കിട്ടും. എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ യൂറോ ആൻഡ് യുവാൻ. ഇത് രണ്ട് രാജ്യങ്ങളുടെ കറൻസിയാണ്. യൂറോ ഉണ്ട്, യുവാനും ഉണ്ട്. ഈ രണ്ടിൻ്റെയും റേറ്റിനെ നമ്മൾ മൂന്നാമത്തെ വേറൊരു ജപ്പാൻ്റെ കറൻസി ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്നുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കൺട്രിയുടെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കറൻസീനെ, രണ്ട് കൺട്രിയുടെ കറൻസീനെ മൂന്നാമത്തെ ഒരു രാജ്യത്തിൻ്റെ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ആ റേറ്റിലാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്.
ഇവിടെ ക്രോസ് റേറ്റ് വീണ്ടും പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നോൺ ഡോളർ കറൻസീസ്. രണ്ട് ഡോളർ അല്ലാത്ത കറൻസീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും ഇവിടെ ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പറഞ്ഞ വേറൊരു പേരാണ് വെഹിക്കിൾ കറൻസി എന്നുള്ള പേരിലും പറയുന്നുണ്ട്. അപ്പോൾ ക്രോസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ബിറ്റ്വീൻ ടു കറൻസീസ് ആണ് ദാറ്റ് ആർ ഈച്ച് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് തേർഡ് കറൻസി. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ കറൻസി ഉണ്ടെങ്കിൽ ആ ഓരോ കറൻസിനെയും മൂന്നാമതൊരു രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെയാണ്, അപ്പോൾ ആ മൂന്നാമത്തെ കറൻസിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വെഹിക്കിൾ കറൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളതും ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ വരുന്നത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റാണ്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന അറ്റ് വിച്ച് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്പോട്ട് മാർക്കറ്റ്. അതായത് സ്പോട്ട് മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, പേര് തന്നെ അറിയാൻ പറ്റുമല്ലോ, സ്പോട്ട് റേറ്റിലായിരിക്കും സ്പോട്ട് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടക്കുക. അതായത് ആ റേറ്റ് കോട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ഡെലിവറിക്ക് വേണ്ട, അവിടെ വെറുതെ സാധനങ്ങൾ വെക്കാന്നല്ല, പെട്ടെന്ന് ഡെലിവർ ചെയ്യുമ്പോൾ തന്നെ അവിടെ വില കോട്ട് ചെയ്തിട്ടായിരിക്കും പറയുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഓർക്കുക, ഈ റേറ്റ് ഉപയോഗിക്കുന്നത് സ്പോട്ട് ട്രാൻസാക്ഷനാണ്. സ്പോട്ട് റേറ്റിലായിരിക്കും, സ്പോട്ട് ട്രാൻസാക്ഷനാണ് ഈ ഒരു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്യാതെങ്കിലും മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ വരുന്നത് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റുകളാണ്. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതായിരിക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഫോർവേഡ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ടു പാർട്ടീസ് അഗ്രി ടു എക്സ്ചേഞ്ച് കറൻസീസ് ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രി ചെയ്യാണ് ഭാവിയിൽ ഇന്ന ഡേറ്റിൽ ഈ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്തോളാം എന്ന് മുൻകൂട്ടിയിട്ട് തന്നെ നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്ത് പറയുക. അതിനെയാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ റേറ്റ് ഈസ് അഗ്രീഡ് അപ്പോൺ ദ ടൈം ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഒരു വരാൻ പോകുന്ന നവംബർ 10-ാം തീയതിക്ക് നമ്മുടെ ഈ ഇത് എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അത് എത്ര റേറ്റിനാണെന്ന് ഞാൻ ഇന്ന് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞു വെക്കുകയാണ്. അതിനെയാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പാർട്ടീസ് എഗ്രി ചെയ്യാണ് അവരുടെ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഭാവിയിലത്തെ ഒരു ഡേറ്റിൽ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ഈ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതേ സ്പോട്ടിൽ തന്നെ അതിൻ്റെ റേറ്റും കൂടിയിട്ട് പറഞ്ഞിട്ട് എഗ്രി ചെയ്യണം. പക്ഷേ പേയ്മെൻറ്റ് എപ്പം മാത്രമേ നടക്കുള്ളൂ, കൊടുക്കലും വാങ്ങലും എപ്പം മാത്രമേ നടക്കുള്ളൂ, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് ആ ഡേറ്റിലേ നടക്കുള്ളൂ. പക്ഷേ അത് ഏത് റേറ്റിന് വേണമെന്നുള്ളത് നമ്മൾ ഇപ്പോഴേ കോൺട്രാക്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ പറയും. ആ റേറ്റിന് എന്ത് പറയുന്നത്? ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളാം, GDP. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുക, ക്രോസ് എക്സ്ചേഞ്ച് നോക്കുക, ഫോർവേഡ് എക്സ്ചേഞ്ച് നോക്കുക ഒന്ന്, പിന്നെ GDP എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പ്രൊഡക്ഷനെയാണ് എന്ത് പറയുന്നത്? ഒരു രാജ്യത്ത് നിർമ്മിച്ച അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകേനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. GDP ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് GDP എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ. എന്തിൻ്റെ ടോട്ടൽ വാല്യൂ? ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. ആ ടൈം പീരീഡ് പറയുന്നത് യൂഷ്വലി 1 ഇയർ ആണ്. ഓക്കെ, ഒരു വർഷമോ അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിലോ ഒരു രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും ടോട്ടൽ വാല്യൂ, അതായത് ഗുഡ്സ് ഇത്ര രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, സേവനങ്ങൾ ഇത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയുള്ള ടോട്ടൽ വാല്യൂവിനെ എന്ത് പറയുക? ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സാധന സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ സ്കോർ കാർഡ് നോക്കുക എന്ന് പറയുമ്പോൾ എത്ര കോൾ അടിച്ചു അല്ലെങ്കിൽ സ്കോർ അടിച്ചു എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? GDP നോക്കിയാൽ മതി. കാരണം ആ GDP നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹൗ മച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ഹാപ്പണിങ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് എത്ര സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു സ്കോർ കാർഡ് തന്നെയാണ് GDP എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടോട്ടൽ വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഈ GDP മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. ഇത് മാത്രം നോട്ട്. പ്രൊഡക്ഷൻ മെത്തേഡ് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്.
ഇൻകം മെത്തേഡ് ഉണ്ട്. ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഡിങ് ഓൾ ഇൻകം. ആ ഒരു പ്രൊഡക്ഷനിലൂടെ ആളുകൾ നേടിയ ഇൻകം ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം മെത്തേഡിൽ പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിൻ്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള പറയുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആഡിങ് ഓൾ ദ എമൗണ്ട് സ്പെൻഡ് ബൈ പീപ്പിൾ. അപ്പോൾ ജനങ്ങൾ, ബിസിനസ്, ഗവൺമെൻറ് അവരൊക്കെ ഗുഡ്സും സർവീസിൻ്റെ മുകളിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ അറിയാൻ പറ്റുക. അതെല്ലാം കൂടി കൂട്ടുക. ഇറ്റ് ആഡ്സ് അപ്പ് തിങ്സ് ലൈക്ക് കൺസ്യൂമർ സ്പെൻഡിങ്, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്, അങ്ങനെ മൊത്തത്തിൽ എന്താ നമ്മൾ സ്പെൻഡ് ചെയ്തത് അറിയാനാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇൻകം എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൂടെ എത്ര വന്നിട്ടുണ്ടോ, വേജ് ആയിട്ടും സാലറി ആയിട്ടും ഓരോ ആളുകൾക്ക്, അതായത് എനിക്ക് എത്ര കൂലി, ശമ്പളം, പ്രോഫിറ്റ്, റെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, ഡിവിഡൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, കിട്ടിയത് മൊത്തത്തിൻ്റെ ടോട്ടലാണെന്ന് വെച്ചാൽ ഇൻകം മെത്തേഡിൽ, കൊടുത്തതിൻ്റെ ചിലവാക്കിയതിൻ്റെ മൊത്തത്തിലാണെന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രൊഡക്ഷൻ്റെ മെത്തേഡ് പറഞ്ഞാൽ ഉണ്ടാക്കിയ സാധന സേവനങ്ങളെല്ലാം മാർക്കറ്റ് വാല്യൂലാണ് ടോട്ടൽ ചെയ്യണമെങ്കിൽ അത് പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, രാജ്യത്തിൻ്റെ GDPനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ GDP എന്താണെന്നും പഠിക്കുക, അത് മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം GDP എപ്പോഴും മെഷർ ചെയ്യുന്നത് കറണ്ട് പ്രൈസിനാണ്. ഇപ്പം എത്ര രൂപയാണുള്ളത് അതിൻ്റെ ബേസിലാണ് GDP മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, നോമിനൽ GDP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസിനാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. അതായത് ഗുഡ്സും സർവീസസും ഇൻക്ലൂഡഡ് ഇൻ GDPയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഗുഡ്സും സർവീസസിൻ്റെയും വാല്യൂവിനെ ഈ വർഷത്തെ പ്രൈസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കറണ്ട് അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GDP ഡിഫ്ലേറ്റർ പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇനി റിയൽ GDP എന്താണെന്നും കൂടി ഒന്ന് പറയും. ഇത് നോമിനൽ GDP എന്താണെന്നുള്ളത് കറണ്ട് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ GDPനെ അഡ്ജസ്റ്റ് ചെയ്യുക, ഇൻഫ്ലേഷന് വേണ്ടിയിട്ട്, പ്രൈസ് ലെവൽ ചേഞ്ചസിന് വേണ്ടിയിട്ട് GDPനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻ റിലേഷൻ ടു സം ചോസൺ ഇയർ, ഏതെങ്കിലും ഒരു വർഷം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ വർഷത്തെ ആ ഒരു എമൗണ്ടിനോട് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസ് ലെവൽ, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിലാണല്ലോ നോമിനൽ GDP പറഞ്ഞാൽ എന്താ, കറണ്ട് പ്രൈസാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കറണ്ട് പ്രൈസിനെ ഏതെങ്കിലും മുന്നത്തെ വർഷങ്ങളിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് റിയൽ GDP എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ പറയാറുണ്ടല്ലോ 2016-17 വില എത്രയാണ്, 17-18 ഇത്ര വിലയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള വിലേനെ മുൻവർഷങ്ങളിലെ ഏതെങ്കിലും വിലയുമായി സാമ്യപ്പെടുത്തിയിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ റിയൽ GDP എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റായി നോക്കേണ്ടത് GDP നോക്കുക, എക്സ്ചേഞ്ച് റേറ്റ് എന്താ നോക്കുക, ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്താ നോക്കുക, ഫോർവേഡ് എക്സ്ചേഞ്ച് നോക്കുക, അത്ര മാത്രമാണ് മെയിനായി നോട്ട് ചെയ്യേണ്ടത്. പിന്നെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവും. GDP ഡിഫ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. ഡിഫ്ലേറ്റർ പറഞ്ഞാൽ മെഷർ ഓഫ് ദ പ്രൈസ് ലെവൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ് കൺട്രീസ് GDP. അതായത് GDPയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന, ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൈസ് ലെവല് മെഷർ ചെയ്യുന്നതാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മെഷർ ചെയ്യുക, ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ഓഫ് ദ ചേഞ്ച് ഇൻ GDP ഫ്രം 1 ഇയർ ടു ദ നെക്സ്റ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. അതായത് ഈ വർഷത്തെ GDP എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ GDP എത്രയാണ്, അവ തമ്മിൽ കമ്പയർ ചെയ്യുക, എത്രത്തോളം GDPയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ GDP വ്യത്യാസം വരാൻ കാരണം, ചിലപ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. റാദർ ദാൻ ദ ചേഞ്ചസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ആക്ച്വലി ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റിയേക്കാൾ അതിനേക്കാൾ ഉപരി പ്രൈസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ആ മാറ്റം വന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ GDP ഡിഫ്ലേറ്ററിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും, ഹൗ മച്ച് പ്രൈസസ് ഓഫ് എവ്രിതിങ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി. എക്കണോമിയിലുള്ള പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും എത്രത്തോളം രൂപയ്ക്കാണ് ആ ഒരു പ്രൈസ് കാണിക്കുന്നത്, കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളിത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ് ഡിഫ്ലേറ്റർ കാണാനുള്ളത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മെയിനായിട്ട് ഒന്ന് നോട്ട് ചെയ്യേണ്ടത് GDP, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റും ക്രോസ് എക്സ്ചേഞ്ചും സ്പോട്ടും ഫോർവേഡും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ 4th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പറയാം. പക്ഷെ അതിലൊന്നും അർത്ഥമില്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് അതിന് മുന്നേ എക്സാമുകൾ നടന്നിട്ടുണ്ടെങ്കിലൊക്കെയാണ് ഏതൊക്കെ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വേണമെന്നുള്ളതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് മാത്രം ഒന്ന് പറയാം. അത് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, കാരണം നമുക്കൊരു എക്സ്പീരിയൻസും ഇല്ല, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മളുടെ നിഗമനങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പറയാമെന്ന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഈ അടുത്തൊരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിരിക്കണു. ഓക്കെ, താങ്ക് യു.